ഹായ് ടിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ താമര കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഐശ്വര്യയിലെ രണ്ടാമത്തെ ബ്ലഡ് ബഡാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസം പിങ്ക് കളറായിരുന്നു, ഇപ്പോൾ അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് ഷാങ്കായുടെ ഫസ്റ്റ് ഫ്ലവറാണ്. ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം വലിപ്പമൊന്നുമില്ല, ഓരോന്നോരോന്നായിട്ട് വിരിഞ്ഞ് വരികയാണ്. ഇങ്ങനെ കാണുമ്പോൾ താമരയുടെ പൂക്കൾക്കും അതുപോലെ ഇലകൾക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ കണിക്കൊന്നമരം ഇങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ലയ്ക്കുമ്പോൾ ഇതേ പിണക്കത്തിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ചീത്ത പറഞ്ഞു കേട്ടോ, കുരുത്തക്കേട് ഒപ്പിച്ചതിൻ്റെയാണ് ചീത്ത പറഞ്ഞത്, വേറെ ഒന്നുമല്ല. വൈകിട്ട് കാലത്ത് തന്നെ ഒരു എന്താ പറയുക, തല്ലുകൊള്ളിത്തരം ഒപ്പിച്ചിട്ടുണ്ട് അവൻ. അഴയെന്ന് തോർത്തുമുണ്ട് വലിച്ചെടുത്ത് അവൻ കീറിയിട്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളുടേതായ ജോലി ചെയ്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുരുത്തക്കേട് ഒപ്പിച്ചതാണ്. പിന്നെ ഇതാ കോഴിയുടെ കൊക്കൽ കേട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കോഴിക്കുട്ടികൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം. അപ്പോൾ അത് കയ്യോടെ തന്നെ എടുത്തില്ലെങ്കിൽ കാക്കയുടെ ശല്യം ഉണ്ട് കേട്ടോ. നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും കണ്ണ് തെറ്റി കാക്ക എടുത്തിട്ട് പോകും. അപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ താഴേക്ക് വന്നേക്കാണ്. സോപ്പിംഗ് ആണ് കേട്ടോ, സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ചീത്ത പറഞ്ഞില്ലേ, ചെയ്തത് തെറ്റാണെന്ന് അറിയാം, എന്നാലും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കും. അവന് മൈൻഡ് ചെയ്യാത്തതിലുള്ള ദേഷ്യത്തിലാണ് ആ തോർത്തെടുത്ത് കീറിയത് കേട്ടോ. അപ്പം ഞാൻ ഇതേ കോഴിമുട്ടയൊക്കെ എടുത്തുകൊണ്ട് അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെടികളുടെ ഇടയിലേക്ക് തന്നെ വന്നേക്കാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന ആ ഒരു ചെമ്പരത്തി, കുഞ്ഞൊരു ചെമ്പരത്തി ചെയ്യുമ്പോൾ പൂവായി. പിന്നെ ഇത് നമ്മൾ ആലുവ മണപ്പുറത്തുനിന്ന് വാങ്ങിച്ച ജറബറ കിഴങ്ങുകളിലൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. പിടിക്കുന്നെന്ന് വിചാരിച്ചാൽ കേട്ടോ, പക്ഷെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജമന്തിയാണ്. ജമന്തിയിൽ ഒരെണ്ണം വാടിയിട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല, നല്ല ഫ്രഷായിട്ട് നിന്നതാണ്. പിന്നെ എപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലക്കിയെങ്ങാനും അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും അത് അനങ്ങിയപ്പോൾ എങ്ങാനും ഉണങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ചെടികളുടെ ഇടയിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ ഏകദേശം സെയിലിനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സെയിലിനായിട്ടുള്ള ചെടികളൊന്നും ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോന്നോരോന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്താലാണ് നമുക്ക് വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് നമുക്ക് സെയിലിനൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഈസ്റ്ററിലേക്ക് മുന്നേ നമ്മൾ വെച്ച ചെടികൾ കുറച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ വീട്ടിലെ ചെടികൾ തന്നെയല്ലേ. എപ്പോഴും നമ്മുടെ വീട്ടിലെ ചെടികളാകുമ്പോൾ ചിലപ്പോൾ മുന്നിൽ സെയിലിന് ഇട്ടത് തന്നെയായിരിക്കും. പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെടികളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇപ്പോൾ കൂടുതലും താമരയിലേക്കാണ്. താമരയാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്. താമര കിഴങ്ങ് മാത്രം അടിച്ചാൽ പോലെ പോട്ടുകൾ വാങ്ങിക്കണം, അതിൽ എല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെ. പിന്നെ താമരയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ ചെടി വാങ്ങൽ ഇപ്പോൾ കുറച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെയിലിനിടുന്നത്. പിന്നെ ഓൺലൈനായിട്ടൊന്നും നമ്മളങ്ങനെ വേറെ ഗാർഡനുകളിൽ നിന്നൊന്നും ചെടികൾ വാങ്ങി സെയിൽ ചെയ്യാറില്ല. ചെടികൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവരുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്, അപ്പോൾ അത് സെയിൽ ആക്കി തരുമെന്ന്. ഇപ്പോൾ ഞാനങ്ങനെ ചെയ്യണില്ല കേട്ടോ, കാരണം നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ചെയ്ത് കൊടുക്കണമെന്നും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ല. കാരണം ഓൺലൈനായിട്ട് ചെടി വാങ്ങിക്കുമ്പോൾ നമുക്കത് നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ വെച്ച് കുറച്ച് ദിവസം അതിനെ നമ്മളുടെ ആ ഒരു അന്തരീക്ഷമായിട്ട് യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഓരോരുത്തരിങ്ങനെ അവരുടെ വീട്ടിൽ കുറേ കളക്ഷനിൽ കുറേ ചെടികളുണ്ട്, അപ്പോൾ അത് വിൽക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അറിയാലോ നിങ്ങൾക്ക് എൻ്റെ സിറ്റുവേഷൻ, ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ തന്നെ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിലിന് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ വാങ്ങിയ ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് സെയിൽ ചെയ്യാനുള്ള ടൈമും ആ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടുമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ആഗ്രഹമില്ലാണ്ടല്ല, സമയമില്ലാണ്ടാണ്. അപ്പോൾ അത് അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഞാൻ ഹോം ഗാർഡനിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് വന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ ചെടികൾ എടുക്കാറുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ അവർ വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് എടുത്തുകൊണ്ടുവരാം, നമുക്ക് സെയിലിനിടാം, കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓൺലൈൻ ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളായാലും ഓൺലൈൻ
ഓൺലൈനിൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ ചെടി കുറച്ച് ദിവസം ഒന്ന് വെച്ചൊന്ന് സെറ്റാക്കിയിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പരമാവധി ഞാൻ അഗ്ലോണിമകളായാലും സെയിൽ ഇപ്പോൾ കുറച്ചേക്കാണ്. എന്നും വാങ്ങിക്കുന്നവരുടെ അടുത്ത് ഒന്ന് മാത്രം വാങ്ങിച്ച് ചെയ്യണം. മറ്റേത് ഞാൻ കുറച്ചു, പുറത്തുനിന്ന് കൂടുതലും ബൾക്കായിട്ടൊന്നും ഓർഡർ ഞാൻ എടുത്ത് വെക്കണില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് സെയിൽ മുഴുവനായിട്ടും നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത കൊണ്ട് നമുക്ക് താമരയുടെ ട്യൂബറൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കാശ് വേണമല്ലോ. ഞാൻ മുന്നും പറയാറുണ്ട്, ഞാൻ എൻ്റെ ജോലിക്ക് പോണ കാശ് എടുത്തിട്ട് ഞാൻ ചെടി സംബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചെടിയിൽ നിന്ന് കിട്ടുന്ന കൊച്ചു ഇത്തിരി കാശ് കൊണ്ടാണ് ചെടിയിലെ കാര്യങ്ങളായാലും ബാക്കിയുള്ള എന്ത് കാര്യമായാലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലോട്ടസ് അത്യാവശ്യം പുതിയ കളക്ഷനുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതിപ്പോൾ ഭയങ്കര എന്താ പറയുക, അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, മയക്കുമരുന്ന് അടിക്കാമെന്ന് പറഞ്ഞ പോലെ അതിൽ വലിയൊരു അഡിക്ഷനാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ചെടി താമര എന്നൊക്കെ പറയുമ്പോൾ ഓരോ പുതിയ വെറൈറ്റി കാണുമ്പോൾ നമ്മളിങ്ങനെ എത്ര തന്നെ വാങ്ങിക്കണ്ടെന്ന് വെച്ചാലും വീണ്ടും വാങ്ങിക്കുകയാണ്. അതിന് പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളവും വെയിലും മാത്രം മതി. നിറയെ പൂക്കളായിട്ട് നമ്മളുടെ മനസ്സിന് ഇങ്ങനെ എപ്പോഴും കുളിർപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് താമരയോട് ഇത്ര എന്താ പറയുക ചായ്വ് തോന്നിയത് കേട്ടോ. മറ്റുള്ള ചെടികളെ പോലെ കൂടുതൽ കെയറിങ്ങും വളപ്രയോഗങ്ങളും പിന്നെ മഴ നോക്കി വെക്കുക, വെയിൽ നോക്കി വെക്കുക, അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു ഇതില്ല. ഇപ്പോൾ മഴയത്തായാലും വെയിലത്തായാലും വെയിലുള്ള തുറസായൊരു സ്ഥലത്ത്, നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക, അത്രേ വേണ്ടൂ. പിന്നെ അത്യാവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഇത് രണ്ടും നമുക്കുള്ളത് കൊണ്ട് കൂടുതൽ എനിക്ക് എളുപ്പമായിട്ട് അതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇപ്പം നമുക്ക് വിഷു ഈസ്റ്ററൊക്കെ വരുമ്പോൾ എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും താമര മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല, മറ്റുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെടികൾ ഇപ്പോഴേ തന്നെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ചില ചെടികളൊക്കെ കാണിച്ചിട്ട് അത് കട്ടിങ്സ് പിടിപ്പിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് വാട്സപ്പിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെടികളാണ് കേട്ടോ. വലിയ അഗ്ലോണിമ കലാത്തി അങ്ങനത്തെ ചെടികൾ കൂടാണ്ട് കുഞ്ഞു നമ്മുടെ ഗാർഡനിൽ കാണുന്ന ചെടികളും ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ നമുക്കിന്ന് രാവിലെ തന്നെ സമയം കിട്ടിയപ്പോൾ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ലക്കി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ലക്കീനെ അഴിച്ചു വിട്ടിട്ട് ഞാൻ ട്രൈപോഡിൽ വെച്ച് വീഡിയോ എടുക്കാറില്ല. ഇന്നിപ്പോൾ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അഴിച്ചിട്ട് അപ്പം തന്നെ കയറ്റി കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമമാകും. ഒന്നാമത്തെ ചീത്ത പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ സോപ്പിട്ട് വർത്താനമൊക്കെ പറഞ്ഞു അവനെ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ കുരുത്തക്കേടൊന്നും ഒപ്പിക്കില്ല. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ചെടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അവർ ചോദിച്ചത് അവർക്കും അല്ലാത്ത ബാക്കി നമുക്ക് സെയിലിന് ഇടാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്താ പറയുക ആകെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മഴ പെയ്യോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും പലരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുമുണ്ട് കേൾക്കണമുണ്ട്. നല്ലപോലെ മഴ പെയ്തു, ചില സ്ഥലത്ത് മഴ പൊടിഞ്ഞു. പക്ഷേ ഇവിടെ ഇതുവരെ ഒരു പൊടിമഴ പോലും പെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഞങ്ങൾക്ക് നല്ല ചൂടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പാണല്ലോ, നല്ല കൂളിംഗ് ആണ്, നല്ല സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും രാത്രി ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയുക കൂളിങ് അറിയണില്ല. പുറത്തുനിന്ന് പറഞ്ഞവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നല്ല കൂളിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കി കുണിങ്ങി നടക്കുകയാണ്. കുറേ നേരം എൻ്റെ അടുത്ത് തട്ടിമുട്ടി നടക്കണ്ടേ. ഞാൻ പിന്നെ പിണക്കമൊക്കെ മാറ്റി അവനോട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഈ എന്താ പറയുക ആമ്പൽക്കുളം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാനൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. നിറയെ പൂപ്പലല്ല മറ്റേ എന്താ ചണ്ടിയിലെ പായൽ അതിലിട്ടിരുന്ന ഒരു പായലാണ്. അതങ്ങോട്ട് വളർന്നിട്ട് നിറയെ മൂടി കിടക്കായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാനൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. നിറയെ ഗപ്പി മീനുകളും പിന്നെന്താ പ്ലാറ്റി ഷോർട്ടയിൽ ചുവന്നൊരു തരം മീനില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അതിനൊക്കെ ഒന്ന് കാണുന്നത്. അങ്ങനെ ഞാൻ ചെടികളൊക്കെ നട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ പറമ്പിൽ താമര വെച്ചേക്കുന്നിടത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ അഖിലക്കുട്ടി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നോക്കി നടക്കാറുണ്ട്. ഇന്ന് ഞാനതിനെ വിരിയിപ്പിച്ച് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും അവൾ തന്നെ വിരിഞ്ഞു. നല്ല സുന്ദരിയാട്ടോ അഖിലേനെ കാണാൻ. അഖിലെ മിറാക്കിളും എൻ്റെ ഫേവറേറ്റ്
നല്ല നല്ല ഭംഗിയാണ്. രണ്ടും രണ്ട് തരം ഭംഗിയാണ് കേട്ടോ. അത്യാവശ്യം പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിൽ ഇപ്പം ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അങ്ങോട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറയാറില്ലേ എന്നും ഇതാ 10 മണിപ്പൂക്കളൊക്കെയാണ്. 10 മണിപ്പൂക്കളുടെ വെറൈറ്റി കളറൊക്കെ നല്ല റെഡ് കളറും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നുമില്ല. കുറച്ച് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ ഗാർഡനിലെ എന്താ പറയുക താമരപ്പൂക്കളെയും അല്ലാതെയുള്ള പൂക്കളേക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തന്നു. ഞാൻ കാണുന്ന കാഴ്ചകൾ, എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണം. അത്രേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഗാർഡന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേര് വാട്സപ്പിൽ ഒന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കും ചെയ്യാനൊരു മോട്ടിവേഷൻ ആവുകയാണെന്ന്. അപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ. ഇനിയും ആരെങ്കിലുമൊക്കെ അതുപോലെ മോട്ടിവേറ്റ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് സ്പാർക്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. അതൊക്കെ മേടിച്ച് വെച്ചിട്ട് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതിലൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. പറമ്പിൽ വെച്ച താമരകൾക്കും ഒരു 3-4 എണ്ണത്തിന് ഈ പറഞ്ഞ പോലെ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് പേരില്ല. ബാക്കി ഒരെണ്ണം പിങ്ക് സ്പാർക്കിൾ, പിന്നെ ട്രിപ്പിംഗ് ട്യൂബ്, പിന്നെ എന്താ പറയുക കഴിഞ്ഞ കാണിച്ചില്ലേ യെല്ലോ പിങ്ക്, അതിനൊക്കെ ബഡൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ടെറസും മുറ്റത്തും ഒക്കെ ഇങ്ങനെ താമരപ്പൂക്കളൊക്കെ കൊണ്ട് നിറയും. 100 വെറൈറ്റിയൊക്കെ ആകണം എന്നാണ് ആഗ്രഹം. ചേട്ടൻ കേൾക്കണ്ട, എൻ്റെ ഓടിപ്പിക്കും. ഇപ്പോഴേ തന്നെ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞേക്കണേ. അറിയാതെയാണ് ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് കൂട്ടുന്നത്. ഞാൻ ഈ വീഡിയോ കൂടി പറയുമ്പോഴാണ് ചേട്ടൻ ഞാൻ വാങ്ങിക്കുന്ന താമരകൾ ഏതൊക്കെയാണ് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ അറിയേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് കിടന്ന് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ വന്നപ്പോൾ അവനിങ്ങനെ നോക്കണ്. എന്നിട്ട് പിണക്കം മാറിയെന്ന് വെച്ചാൽ മാറി, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു രീതിയിലാണ് എന്നാൽ ചുറ്റിപ്പറ്റി നടക്കണുണ്ട്. വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പോസ് ചെയ്ത് നിന്ന് തന്നിട്ട് വേഗം വലിയ കമ്മയ്ക്ക് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ കയറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം സിറ്റൗട്ടിൽ കയറി നിൽക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട് എന്ന് തോന്നണം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കൂട്ടിലൊക്കെ കയറ്റണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു ഗാർഡൻ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെന്താ ഇതുപോലുള്ള കുഞ്ഞു ഗാർഡൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പറ്റണോടത്തോളം കാലം എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ചെറിയ വയ്യായികളൊക്കെ ഉണ്ട്. ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോണ കാരണം കൊണ്ട് നമ്മുടെ എന്താ പറയുക വയ്യായികളൊന്നും അറിയാതെ ഇങ്ങനെ പോവാണ്. നല്ല കഫക്കെട്ടും തൊണ്ടയ്ക്ക് കിരിയിരിപ്പൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷേ ഗാർഡനിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ വയ്യായികളൊക്കെ മറന്ന് എന്താ പറയുക ഇങ്ങനെ ഓരോ ദിവസം പോവാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ അമ്പലക്കുളത്തിൽ ഒരു തവള ചാടിയിട്ടുണ്ട് കേട്ടോ. അതിനെ എത്ര ഓടിപ്പിച്ച് കളഞ്ഞിട്ടും അത് പോണില്ല. പിന്നെയും അത് ചാടി ഇതിലേക്ക് തന്നെ വരികയാണ്. മീനെ പിടിച്ച് തിന്നുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ എന്നിട്ട് വെള്ളത്തിലിട്ട് തട്ടിയപ്പോൾ അത് പോയോന്നൊന്നും അറിയില്ല. വെള്ളം തട്ടി കളഞ്ഞു. പക്ഷേ നമ്മളെത്ര തന്നെ അട്ടി ഓടിപ്പിച്ചാലും അത് വീണ്ടും അതിലേക്ക് തന്നെ ചാടും. പിന്നെ വലയൊക്കെ ഇട്ട് കൊടുക്കണം. വല ഇട്ട് കൊടുക്കാനായിട്ട് ആമ്പലിൻ്റെ തൈ ഒരെണ്ണം അതിൽ നിൽക്കണ കാരണം കൊണ്ട് വല ഇട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്താണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ എന്തിട്ടാ പറയുക, കൂടുതലൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.